വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. നാളത്തെ +1 ഫിസിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തലേ ദിവസമാണ്, ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ വലിയ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പരീക്ഷയുടെ തലേ ദിവസം ഒന്നും പഠിക്കാൻ പറ്റാതെ കുറേ ഡെറിവേഷൻസ് കാണുമ്പോൾ, കുറേ പാഠങ്ങൾ കാണുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് കൂളായിട്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, ആരും ഇല്ലാത്തൊരു ഏരിയയിൽ ഈ റൂമിലോ ഏതെങ്കിലും ഒരു ടേബിളിൽ, റൂമിൽ പോയിട്ട് കിടക്കയിൽ കിടക്കാനല്ല, റൂമിൽ പോയിട്ട് ഒരു ചെയർ, ഒരു ടേബിൾ എവിടെയെങ്കിലും ഒന്ന് കാമായിട്ട് ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ വീഡിയോ ക്ലാസ് ആണ് കാണണമെങ്കിൽ വീഡിയോ ക്ലാസ് കാണുക. ഓരോ ചോദ്യങ്ങൾ പറയുമ്പോൾ ഒപ്പം തന്നെ പഠിക്കാൻ നോക്കുക. ഇനി അതല്ലേ വല്ല നോട്ട്സ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് പഠിക്കുക. ഒരു ടൈം വെക്കുക. ഇത്ര മണിക്കൂറിനുള്ളിൽ ഞാൻ പഠിച്ച് തീർക്കും തന്നെ ഒന്ന് വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിലെടുത്ത് ഞാൻ ഇത്ര മണിക്കൂറോട് ഇത്ര പോർഷൻ പഠിക്കുമെന്ന്. അങ്ങനെ മനസ്സൊന്ന് ഉറപ്പിച്ച് ഇനിയുള്ള 2-3 മണിക്കൂർ പഠിക്കുക. നമുക്ക് രാത്രിയിലെ കുറച്ച് മണിക്കൂറുകളോടുള്ള പഠിത്തം തന്നെ നമുക്ക് ചിലപ്പോൾ പഠിച്ച് അതേ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ ഇനി സമയമില്ലല്ലോ എന്ന് വെച്ച് മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം 2-3 മണിക്കൂറിനുള്ളിൽ പറ്റുന്നത്ര നിങ്ങൾ പഠിക്കുക. അതിൽ അതേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇനിയും ചോദിക്കാം. സോ 2-3 മണിക്കൂറിനൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയമാണ്. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ പഠിക്കാനായിട്ട് പറ്റും. സോ രാത്രിയായി, തലേദിവസമായി, സമയമില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് വേഗം ഓരോന്നായിട്ട് പഠിക്കുക. ഉള്ള സമയം പറ്റുന്ന പോലെ എല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ഹെഡിങ് ആൻസർ അങ്ങനെയല്ല, ചോദ്യങ്ങളായിട്ട് ഞാൻ തരുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ചോദിച്ച 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ഒക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നമുക്കൊരു 20-25 മാർക്കിന് 1 മാർക്കും 2 മാർക്കും എല്ലാം കൂട്ടി 25 മാർക്കോളം നമുക്ക് തിയറിയിൽ തന്നെ കിട്ടും. പിന്നെ ഒരു 20 മാർക്ക് ഡെറിവേഷൻസിന് കിട്ടും. പിന്നെ ന്യൂമറിക്കൽസ് ആണ്. അങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം പഠിക്കാൻ നോക്കുക. താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നറിയില്ല, ഏതൊക്കെയാണ് ഷുവർ ക്വസ്റ്റ്യൻസ് എന്നറിയില്ല എന്നുള്ളവർക്കുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിലെ ക്ലാസ്സുകളെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. എന്താണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം? ഇഫ് total force acting on a body is 0, its linear momentum will be constant. സംഭവം എന്താണെന്ന് അറിയോ? കൺസർവേഷൻ ഓഫ് ലീനിയർ, കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം കോൺസ്റ്റൻ്റ് എന്നാണ്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റൻറ്റ്. ഇവിടെ ആരാ കോൺസ്റ്റൻറ്റ്? ലീനിയർ മൊമെൻറ്റം. സോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് കണ്ട അപ്പം നിങ്ങൾ എഴുതി വയ്ക്കുക, മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. എപ്പോഴാണ് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവുക? ഫോഴ്സ് 0 ആണെങ്കിൽ. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, പുറമേ നിന്നൊരു കാറ് തള്ളുന്നു, അകത്തുനിന്ന് ഒരാൾ ഒരു കാറ് തള്ളുകയാണ്. അപ്പോൾ അകത്തുനിന്ന് ഒരാൾ കാറ് തള്ളുക എന്ന് പറഞ്ഞാൽ ഒരു കാറ് സ്റ്റക്കായി, അതിൻ്റെ അകത്ത് കയറി തള്ളിയിട്ട് ഒരു കാര്യമില്ല. അതാണ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അകത്ത് നിന്ന് ഇൻറ്റേർണൽ ഫോഴ്സ് നമുക്ക് ഒരിക്കലും യൂസ് ആവില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. സോ എവിടെയെങ്കിലും ഈ ഫോഴ്സ് 0 ആണെങ്കിൽ ആ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അതായത് മൊമെൻറ്റം മാറില്ല, അത് സ്ഥിരമായിരിക്കും. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, അടുത്തത് ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഇത് 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡെറിവേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സാധാരണ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിലും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ സ്പീഡാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എർത്തിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സ്പീഡാണ് ദ മിനിമം സ്പീഡ്. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. എന്താണ് എസ്കേപ്പ് സ്പീഡ്? ദ മിനിമം സ്പീഡ് റിക്വയർഡ് ഫോർ എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് വേണ്ട മിനിമം സ്പീഡാണ് ടു എസ്കേപ്പ് ഫ്രം ദ എർത്ത് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനൊക്കെ മറികടന്ന് എസ്കേപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സ്പീഡാണ് എസ്കേപ്പ് സ്പീഡ്. മിനിമം സ്പീഡ് എന്ന് ഓർത്ത് വയ്ക്കുക. എവിടെ നിന്നാണ്? ഫ്രം എർത്ത്. എർത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളത്. ഇറ്റ് ഇസ് എ മിനിമം സ്പീഡ് ടു എസ്കേപ്പ് ഫ്രം എർത്ത്. എർത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള സ്പീഡാണ്. എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ കാപ്പിലറി റൈസ്? കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് എ ഫിനോമിനൽ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്? അതായത് കാപ്പിലറി റൈസ് എന്താണ് അതിൻ്റെ കാരണം? വാട്ട് ഈസ് ദ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിഭാസം കാരണമാണ് കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്? വെൻ എ കാപ്പിലറി ട്യൂബ് ഈസ് ഡിപ്പ്ഡ് ഇൻ എ ലിക്വിഡ്. ഒരു ട്യൂബ് വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്തു, മുക്കി വെച്ചു. ഇതാണ് വെള്ളം, അതിലേക്കൊരു ട്യൂബ് നമ്മൾ ഇറക്കി വെച്ചു. സോ ദ ലിക്വിഡ് റൈസസ് ഇൻ ദ ട്യൂബ്. വെള്ളം അതിൻ്റെ മുകളിലേക്ക് കയറുന്നു. ഈ ഫിനോമിനനാണ് കാപ്പിലറി റൈസ്. എളുപ്പമാണ്. കാപ്പിലറി ട്യൂബ് വെള്ളം മുകളിലേക്ക് റൈസ് ചെയ്യുക. സോ ഇതിന് കാരണം സർഫസ് ടെൻഷനാണ്. അറിഞ്ഞിരിക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം.
അടുത്തത് നെയിം ദ പ്രിൻസിപ്പിൾ ദാറ്റ് ക്യാൻ ബി യൂസ് ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദിസ് ഇക്വേഷൻ. ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് ആണോ നോക്കുക? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. ഇതൊക്കെ ഏതൊക്കെ പാടാണെന്ന് അറിയോ? ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. ഇത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ പാടാണ്. എസ്കേപ്പ് സ്പീഡ് ഗ്രാവിറ്റേഷൻ ആണ്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് വർക്ക് എനർജിയിലൊക്കെ വരുന്നതാണ്. വർക്ക് എനർജി വരെ തൊട്ട് മുമ്പത്തെ പാഠത്തിലുമാണ് ലോ ഓഫ് കൺസർവേഷൻ. പല പാഠങ്ങളിൽ കൺസർവേഷൻ വരുന്നത് കൊണ്ടാണ് കൺഫ്യൂഷൻ. അടുത്തത് സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത് ഫ്രിക്ഷൻ്റെ പാഠമാണ്. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ പാഠത്തിലെ ബാങ്ക് റോഡൊക്കെ വരുന്ന പാഠത്തിലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്തൊക്കെയാണ് ലോകൾ? 4 ഉണ്ട്. 4 മസ്റ്റായിട്ടും പഠിക്കുക. ഇനി 4 പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ 2 എഴുതുക. ഇതുപോലെ കൈനറ്റിക് ഫ്രിക്ഷനുണ്ട്. ഇതിപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ദ ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി നമ്മളിവിടെ വെച്ചു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതിൻ്റെ മാക്സിമം വാല്യൂ, അത് എപ്പോഴാണ് ഏറ്റവും കൂടുക? അവിടുത്തെ നോർമൽ റിയാക്ഷൻ അനുസരിച്ചിരിക്കും. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബോഡിയുടെയും സർഫസിൽ നിന്നുണ്ടാകുന്ന ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ. സോ ഈ നോർമൽ റിയാക്ഷൻ കൂടുന്തോറും അതിൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടും. സോ ദ ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് തള്ളുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് ഉണ്ടാകുന്ന, അത് മൂവ് ചെയ്യാൻ അനുവദിക്കാതെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ നിലത്ത് ഫ്ലോറിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നടക്കുമ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് വലിക്കുന്ന ഫോഴ്സാണ് ഫ്രിക്ഷൻ. സോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അവിടുത്തെ നോർമൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തേത്. സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതുക, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഓക്കെ. അടുത്തത് ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ. അടുത്തെന്താണ്? ഈ ഫ്രിക്ഷൻ എന്തിന് ഓപ്പോസിറ്റ് ആണ്? ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി ടെൻസ് ടു മൂവ്. ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കാണെന്ന് വിചാരിക്കുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇപ്പുറത്തേക്കാണ് ഉണ്ടാകുക. ഒരാൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇപ്പുറത്തേക്കാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ. സോ ദ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ബോഡി ടെൻസ് ടു മൂവ്. ബോഡി എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത്, ബോഡി മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലായിട്ടെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക, മാർക്ക് കിട്ടും കേട്ടോ. മൂന്നാമത്തേത് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് പാരലൽ ടു സർഫസ് ഇൻ കോണ്ടാക്ട്. അതായത് ഒരു ബോഡിയുടെ സർഫസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സർഫസ്. ഒരു ബോഡി ഞാൻ ഇവിടെ വെച്ചു, അപ്പോൾ ഈ ബോഡിയുടെ സർഫസ് ഏതാ? ഇതാണ്. ഇതിന് പാരലായിട്ടാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. ഇപ്പോൾ ഈ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സർഫസ്, ഇതാണ് സർഫസ്, ഇതിന് പാരലായിട്ട് എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. സോ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ പാരലൽ ടു സർഫസ്. നാലാമത്തേത് ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എവിടെ വെച്ചു, ആ വെച്ച സ്ഥലത്തെ ഏരിയ നീളം കൂടുതലാണോ കുറവാണോ എന്ന് നോക്കില്ല. അപ്പോൾ എല്ലാത്തിലും സ്റ്റാർട്ടിങ് എന്താണ്? ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. എല്ലാത്തിലും സ്റ്റാർട്ടിങ് അതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വേർഡ് ഓർത്ത് വയ്ക്കുക, ഫോഴ്സ് ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒന്ന് പ്രൊപ്പോർഷണൽ ടു റിയാക്ഷൻ, ഒന്ന് ഓപ്പോസിറ്റ് ടു body tends to move, opposite to the direction in which the body move. പിന്നെ പാരലൽ ടു സർഫസ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോർമൽ റിയാക്ഷനെ, പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, സർഫസിന് പാരലാണ്, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫ്രിക്ഷൻ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ കൂടും, എപ്പോഴൊക്കെ കുറയും, ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന്. അടുത്തത് ഒരു +1 ഫിസിക്സിലെ ഉറപ്പുള്ളൊരു ഷുവർ ക്വസ്റ്റ്യനാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടില്ല, അപ്പോൾ ഇതെന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് നമുക്ക് ചോദിക്കാം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നാണ്. ഇതിൻ്റെ പ്രൂഫ് ഒരു ഡെറിവേഷനാണ്. അത് പഠിക്കാത്തവർ നിർബന്ധമായിട്ടും പഠിച്ചോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നൊരു ചോദ്യമാണ്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം ബെർണോളിസ്, അത് തപ്പി പിടിച്ച് എല്ലാവരും കണ്ടിരിക്കണം. ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം മസ്റ്റായിട്ട് കാണേണ്ട വീഡിയോസ്. ആദ്യം പോയി എല്ലാവരും ബെർണോളിസ് കാണുക. സോ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിന് 1 മാർക്കുണ്ട്. സോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നാണ് ചോദിക്കുക. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിളിലെ സ്റ്റേറ്റ്മെൻറ്റ്? ദ ടോട്ടൽ എനർജി
ഓഫ് ആൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ലിക്വിഡ്. ഏതെങ്കിലും കംപ്രസ് ചെയ്യാൻ പറ്റാത്ത, ബലൂൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കംപ്രസ് ചെയ്യാം, ഇവിടെ കംപ്രസ് ചെയ്യാൻ പറ്റാത്ത നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫ്ലോയിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് ഫ്രിക്ഷൻ ഇസ് കോൺസ്റ്റൻറ്റ്. ഒരു വെള്ളം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ദ ടോട്ടൽ എനർജി ഓഫ് എന്ത് ലിക്വിഡാണ്? ഇൻകംപ്രസിബിൾ ആവണം, നോൺ വിസ്കോസ് ആയിട്ടുള്ള ലിക്വിഡ്. അതെന്താ ചെയ്യുന്നത്? ഫ്ലോയിങ് ഫ്രം വൺ ടു അനദർ പോയിന്റ് വിത്തൗട്ട് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ലാതെ ഒരു വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് എഴുതുക: പ്രഷർ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതും കൂടെ എഴുതിയാൽ സെറ്റ് ആവും കേട്ടോ. ഓക്കെ, അടുത്തൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? F ഈക്വൽ ടു 6π തീറ്റ എ വി. തീറ്റ അല്ലെങ്കിൽ ഈറ്റ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ, അറിഞ്ഞിരിക്കുക. ഇവിടെ ഈറ്റ എന്നൊക്കെ പറഞ്ഞാൽ കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്, അറിഞ്ഞിരിക്കുക. കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ് ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ ഏരിയാണ്, ബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റി ആണ്, അറിഞ്ഞിരിക്കുക. അടുത്തത് റൈറ്റ് ദ SI യൂണിറ്റ് ഓഫ് ഫോളോയിങ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ചില ക്വാണ്ടിറ്റീസ് എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് എഴുതാൻ. ഒന്ന് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ്, ഒന്ന് പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ്, അറിഞ്ഞിരിക്കണം. ഒന്ന് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, എല്ലാവർക്കും അറിയാമല്ലോ, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ, പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ്. അടുത്തത് ഗ്രാവിറ്റേഷനുള്ള പാഠത്തിലാണ്. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? ഇപ്പോൾ 2 ഒബ്ജക്റ്റ് ഉണ്ട്, ഇങ്ങനെ 2 ഒബ്ജക്റ്റ്, ഒന്നിൻ്റെ മാസ് m1, ഒന്നിൻ്റെ മാസ് m2, അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം, രണ്ടിൻ്റെ മാസ് നമ്മൾ ഇൻറ്റു ചെയ്യാം, m1 ഇൻറ്റു m2. ഇനി താഴെ നമ്മൾ എന്ത് കൊടുക്കണം? രണ്ടും തമ്മിലുള്ള അകലം r, അതിൻ്റെ സ്ക്വയറും. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചാൽ ഇതിന് സെൻറ്റൻസ് ആക്കി എഴുതാം. എങ്ങനെ? ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്, ആ 2 മാസുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു താഴെ ആര് വരും? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ്, ഈ ലോകത്തിലുള്ള എല്ലാതും അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഒന്നാമത്തത്. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. ഏത് ഒബ്ജക്റ്റും പരസ്പരം ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതെന്തിന് പ്രൊപ്പോർഷണലാണ്? വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്, അവരുടെ മാസുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു താഴെ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് കൊടുക്കുക. സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ സ്ക്വയറും കൊടുക്കുക. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, പഠിച്ചിരുന്നോ കേട്ടോ എല്ലാവരും? അടുത്തത് ഈ ഗ്രാവിറ്റേഷൻ എന്നുള്ള പാഠത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് എബവ് 2 ഡെറിവേഷൻ പഠിച്ചോളൂ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. അപ്പോൾ ബെർണോളിസും പിന്നെ ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബോവും മസ്റ്റായിട്ടും പഠിക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട്, കാരണം നമ്മൾ മോർണിംഗ് തൊട്ടേ ക്ലാസ് എടുക്കുകയാണ്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അതുകൂടാണ്ട് ഇതുപോലെ വീഡിയോസ് ഇടുന്നുണ്ട് ഇടയിൽ. അപ്പോൾ കുറേ സംസാരിച്ച് ശബ്ദമൊക്കെ ഒന്ന് പോയി തുടങ്ങി, ഇടയ്ക്കൊക്കെ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, ആരും ട്രോളാൻ നിൽക്കരുത്. അപ്പോൾ കുറേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയായി ഫുള്ള് ക്ലാസ്സുകളും പരീക്ഷ കാരണം അതിൻ്റെ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, അതുപോലെ വീഡിയോ ക്ലാസ് എല്ലാം കൂടി ഒരു പരിവായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബബ്ബാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് അത് പഠിക്കുക, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? ഇത് സോളിഡ്സ് എന്ന് പറഞ്ഞ പാഠമാണ്. എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? അതിൻ്റെ യൂണിറ്റ് എന്താണ്? അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ചെയ്യുക. ആരെ ഡിവൈഡ് ചെയ്യുക? സ്ട്രെസ് ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ ഇതിൻ്റെ യൂണിറ്റ് പഠിച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കാം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ, ഏതെങ്കിലും ഒന്ന്. യൂണിറ്റൊക്കെ നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, അറിഞ്ഞിരിക്കണം കേട്ടോ.
അടുത്തത് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കൺസർവേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഫിസിക്സിൽ തന്നെ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്നാണ്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, പുറമേന്ന് ഫോഴ്സ് അല്ല ടോർക്കാണ്. ആംഗുലാർ എന്ന് പറഞ്ഞാൽ അത് ടോർക്കാവും. ആംഗുലാർ എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ കറങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നല്ല പറയുക, എക്സ്റ്റേണൽ ടോർക്ക് എന്നാണ് പറയുക. ലീനിയർ ആണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയും നമ്മൾ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്നാണെങ്കിൽ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് എഴുതിയാൽ മതി. ആംഗുലാർ ആണെങ്കിൽ അവിടെ ടോർക്ക് എന്ന് മാത്രം മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ സെയിം ആണ്. സോ വെൻ ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, പുറമേ നിന്നൊരു ടോർക്ക് ഇല്ലെങ്കിൽ ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം ഇസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ dl/dt ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കും, അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇവിടെ നമ്മൾ പറയാം dl/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ടോർക്ക്, ഇങ്ങനെയാണ് പറയുക. മറ്റേതെന്തായിരുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം dp/dt ഈക്വൽ ടു അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു f എന്നാണ്. ഇവിടെ അത് dl/dt. പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം, അറിഞ്ഞിരിക്കുക പി ലീനിയർ മൊമെൻറ്റം, എൽ ആംഗുലാർ മൊമെൻറ്റം. ഇവിടെ ഫോഴ്സ്, അപ്പോൾ ഇവിടെ ടോർക്ക്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്, അതായത് എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ഇത് ടോർക്കാണ്. എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ പുറമേ നിന്നൊരു ടോർക്ക്, പുറമേ നിന്നൊരു ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഈ dl/dt 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എൽ കോൺസ്റ്റൻ്റ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പുറമേ നിന്ന് ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്, പി കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ പുറമേ നിന്ന് ടോർക്ക് ഇല്ലെങ്കിൽ എൽ കോൺസ്റ്റൻ്റ് ആണ്. അത്രയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. രണ്ട് കാര്യം ശ്രദ്ധിക്കുക, ലീനിയർ മൊമെൻറ്റം ഉണ്ട്, ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. ലീനിയർ മൊമെൻറ്റം പി, ആംഗുലാർ മൊമെൻറ്റം എൽ. രണ്ടിലും എക്സ്റ്റേണലി ഫോഴ്സ് വരണം. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് വരണം, ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് വരണം. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ വെൻ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ലീനിയർ മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എങ്ങനെ എഴുതുക, വെൻ ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആംഗുലാർ മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. ഡയറക്റ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് വെലോസിറ്റി. ഇനി ടോട്ടൽ ഡിസ്റ്റൻസും ടൈം ഇൻ്റർവലും കൂടി ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് സ്പീഡ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അതാണ് ഡിഫറൻസ് ഉള്ളൂ, എളുപ്പമാണ്. അടുത്തത് ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി. എന്താണ് ഒരു ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങാണ്. ഒരു എർത്ത് അതിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങാണ്. ആ സാറ്റലൈറ്റിന് ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് എന്ത്, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓർബിറ്റൽ വെലോസിറ്റി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് എനി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഇത് കൈനറ്റിക് മോളിക്കുലാർ തിയറി എന്ന് പറഞ്ഞ പാഠത്തിലാണ്. ഇതിൽ ഏതെങ്കിലും 2 ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ടും 4 ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓരോന്നിനും അര മാർക്ക് വെച്ചിട്ടെങ്ങാനാണെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് 4 പോയിൻ്റ് എല്ലാവരും എഴുതി വയ്ക്കണം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ സൈസ് ഓഫ് എ മോളിക്യൂൾ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. ഇത് ഗ്യാസുകളെ കുറിച്ച് പറയുന്നൊരു തിയറിയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്യാസ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ, ഗ്യാസാണ് ഒരു ബലൂണ്, ആ ബലൂണിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സൈസ് ഓഫ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ മോളിക്യൂളിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും കമ്പയർഡ് വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം, അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം എന്താണോ അതിനേക്കാൾ ചെറുതാണ് എന്ത്, മോളിക്യൂളിൻ്റെ സൈസ്. എന്താ പറഞ്ഞത്, സൈസ് ഓഫ് മോളിക്യൂൾ. ഈ മോളിക്യൂളിൻ്റെ സൈസ് ഇസ് വെരി സ്മോൾ, വളരെ ചെറുതാണ്. എന്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള അകലം. അവർ തമ്മിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഉണ്ടാവും, പക്ഷേ അവരുടെ സൈസ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആവും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, ദ മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. ഈ ബലൂണിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾവേസ് ഇൻ റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മൂന്നാമത്തേത് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ മോളിക്യൂൾ. എന്നാൽ ഈ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷനോ റിപ്പൾഷനോ ഒന്നുമില്ല, എതിർപ്പോ അല്ല അട്രാക്ഷനോ ഒന്നുമില്ല. അടുത്തത് ഇവരിങ്ങനെ മൂവ് ചെയ്യുന്നതിനിടയിൽ ഡ്യൂറിങ് ദെയർ മോഷൻ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ഈ മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താർത്ഥം? പരസ്പരം കൂട്ടിമുട്ടും. ആൻഡ് വിത്ത് ദ വാൾ ഓഫ് ദ കണ്ടെയ്നിങ് വെസൽ. അവരെവിടെയാണുള്ളത്? ഇപ്പോൾ ബലൂൺ ആണെങ്കിൽ ആ ബലൂണിൻ്റെ വോളിലും ഇവർ പോയിട്ട് ഇടിക്കും. സോ എവിടെയൊക്കെയാണ് അവർ കൊളൈഡ് ചെയ്യുക? അവർ പരസ്പരം ദ കൊളൈഡ് ഈച്ച് അതർ. അതേപോലെ വിത്ത് ദ വാൾ അവർ ആ ഭിത്തിയിലും പോയിട്ട് ഇടിക്കും. അതാണ് ഈ സെക്ഷൻ. അടുത്തത് എന്താണ് പാസ്കൽസ് ലോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പാഠങ്ങൾ ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, പല ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം നിർബന്ധമായിട്ടും പഠിച്ചോളാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, ഒരെണ്ണം എന്നല്ല, ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ 2020, 2021, 2022 വന്ന 1 മാർക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണിത്. അല്ലാതെ ഞാൻ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നതല്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു 3 വർഷമായിട്ട് വന്ന 1 മാർക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, എന്താണ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട്, ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റേ ഭാഗത്തേക്ക് എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. ഞാൻ ഒരു ഭാഗത്ത് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ ഇപ്പുറത്തെ ഭാഗത്തും പൊന്തി വരും. അതായത് നമ്മൾ ഇങ്ങനെ വെക്കുക. ഇപ്പം ഞാൻ ഈ കയ്യിൽ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊണ്ടുപോയി പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗം പൊന്തുക. അതാണ് പാസ്കൽസ് ലോ. വെനെവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ്, നമ്മൾ പുറമേന്ന് ഒരു പ്രഷർ ഏതെങ്കിലും ഒരു ഭാഗത്ത്, വെനെവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിലെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ആ ഫ്ലൂയിഡ് എവിടെയാണ്? കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ. സോ ഒരു വെസൽ, അതിലെ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ കൊടുക്കുന്നു. സോ എന്താ ചെയ്യുക? ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്, അതെല്ലാ ഭാഗത്തേക്കും. അൺഡിമിനിഷ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതിലൊരു കുറവും സംഭവിക്കാതെ ആ പ്രഷർ എല്ലാ ഭാഗത്തേക്കും ഈക്വലി ഓൾ ഡയറക്ഷൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് പാസ്കൽസ് ലോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ SI യൂണിറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ വർക്കാണ് കണ്ടുപിടിക്കുക. വർക്ക് എനർജി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. സോ വർക്കിൻ്റെ ഡയമെൻഷൻ എനർജിയുടെ ഡയമെൻഷൻ ചോദിച്ചാൽ നമ്മൾ വർക്ക് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് വരും. ഇതിൻ്റെ ഡയമെൻഷൻ എങ്ങനെ വരിക? മാസിൻ്റെ m, ആക്സിലറേഷൻ്റെ L(T)⁻², അത് പഠിക്കണം. ഡിസ്റ്റൻസിൻ്റെ L. സോ എമ്മും 2L എന്ന് പറഞ്ഞാൽ L² T⁻². നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട, ഇതേപോലെ ചിന്തിക്കുക. എനർജി എന്ന് പറഞ്ഞാൽ അത് വർക്ക് തന്നെയാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, പിന്നെ ഡിസ്റ്റൻസും കൂടി വരും. സോ എം എഴുതി, ആക്സിലറേഷൻ്റെ ബൈ ഹാർട്ട് പഠിച്ചോളൂ, L(T)⁻². ഇവിടെ എല്ലാം കൂടി വരുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mL² T⁻² ആണ്. പഠിച്ചിരിക്കണം. സോ ഇതിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്, അറിഞ്ഞിരിക്കുക. 1 മാർക്കിനൊക്കെ ചോദിക്കാം. അടുത്തത് എന്താണ് ഹൂക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇലാസ്റ്റിസിറ്റി, അതായത് സോളിഡ്സിൽ വരുന്ന ഹൂക്സ് ലോ ആണ് കേട്ടോ. സോളിഡ്സ് എന്ന് പറഞ്ഞ പാഠത്തിൽ വരുന്നൊരു ഹൂക്സ് ലോ ആണിത്. വെൻ ഇലാസ്റ്റിക് ലിമിറ്റ്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരാളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് എഴുതേണ്ടത്. ഫോർ സ്മോൾ ഡിഫോർമേഷൻ ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്നാണ് കൊടുക്കുക. ഫോർ സ്മോൾ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വലിക്കുമ്പോഴേക്കും അവിടെ എന്താണ്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്നാണ് എഴുതുന്നത്. സംഭവം ഇത്ര മാത്രം. ഇതിൽ കുറച്ചും കൂടി സെൻറ്റൻസ് ഉണ്ട്, ഞാനത് എഴുതാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത്രയെങ്കിലും എഴുതി വയ്ക്കുക. ഫോർ എ സ്മോൾ ഡിഫോർമേഷൻ, ചെറിയൊരു സ്ട്രെസ് ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും, കറക്റ്റ് ഇവിടെ കാണിക്കാം കേട്ടോ. ഇതാണ് ഹൂക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ സ്മോൾ ഡിഫോർമേഷൻ, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ, പരസ്പരം പ്രൊപ്പോർഷണലാണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയൊരു കോൺസ്റ്റൻറ്റ് വരും K. സോ K ഇൻറ്റു സ്ട്രെയിൻ.
സോ കെയുടെ വാല്യൂ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എല്ലാവരും ഈ ഡയഗ്രാം കൂടി ഈ ചാപ്റ്ററിൽ നോക്കണം കേട്ടോ. ഇത് വരയ്ക്കാൻ പറയും, സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാൻ പറയും, ഓരോ പോയിന്റ് മാർക്ക് ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഒമ്പതാം പാഠം സോളിഡ്സ്. എന്താ നമ്മളോട് പറഞ്ഞത്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും കെ. സോ കെ ഇൻറ്റു സ്ട്രെയിൻ ആവും. കെയുടെ വാല്യൂ അല്ലെങ്കിൽ കെനെ വിളിക്കുന്ന പേര് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് എഴുതുക. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പേര് പറയും. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇത് സൂമ് പോയിരുന്നു അല്ലേ, ഇതാട്ടാ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഏത് വേണമെങ്കിലും ചോദിക്കാം. നിർബന്ധമായിട്ടും ഫസ്റ്റ് ലോ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. ഫസ്റ്റ് ലോ ആണ് മെയിൻലി നിങ്ങൾക്ക് ആ പാഠത്തിൽ വരുന്നത്. സോ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം. നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ ഹീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ആൻഡ് ടു ഡു വർക്ക്. നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത്? ആ ഫുഡ് ഉപയോഗിച്ച് നമുക്ക് എനർജി കിട്ടും, നമ്മൾ വർക്ക് ചെയ്യും. അതേപോലെ ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുത്താൽ അതുപയോഗിച്ച് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂട്ടുന്നു, വർക്കും കൂട്ടുന്നു. സോ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, നമ്മൾ കൊടുത്ത ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അത് ചെയ്ത വർക്ക്, എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് നമ്മൾ എഴുതും. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോബാരിക് ആൻഡ് ഐസോകോറിക് പ്രോസസ്സ്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ട്, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. നമുക്കിനി ഇത് അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ മാക്സിമം ഫാസ്റ്റായിട്ട്. അപ്പോൾ ഒന്ന് ഞാൻ ഫാസ്റ്റ് ആവുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. ഐസോബാരിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻറ്റ്, അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റൻറ്റ്. ബാക്കി നിങ്ങൾ വായിച്ച് നോക്കുക, അത് പഠിക്കാം. ഇതൊരു നോട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. അടുത്തത്, എന്താണ് ആംഗുലാർ വെലോസിറ്റി? ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന ഒമേഗ. ആംഗുലാർ വെലോസിറ്റി അതെന്താ ചെയ്യുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ബൈ ഡെൽറ്റ ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ത് ചെയ്യണം? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ, അല്ലെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയാം, അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആംഗുലാർ വെലോസിറ്റി. റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി ആണ് വി, ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കുക, ഒമേഗ, ഡബ്ല്യു അല്ല ഒമേഗ. അതാരാണ് ഒമേഗ? ആംഗുലർ ആയിട്ടുള്ള വെലോസിറ്റി ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡി തീറ്റ ബൈ ഡി ടി. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം തന്നെയാണ്, പക്ഷെ ആംഗുലർ ആണ്, അതുകൊണ്ട് തീറ്റ എന്ന് വന്നു, ഒമേഗ എന്ന് വന്നു. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് വി? ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? വി ഈക്വൽ ടു ആർ ഒമേഗ. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ? രണ്ടും ഏകദേശം സെയിം ആണ്, ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. വലിയ പാരഗ്രാഫ് കണ്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് പെർ യൂണിറ്റ് മാസ്. ഒരു യൂണിറ്റ് മാസിൽ വേണ്ട ഹീറ്റിൻ്റെ അളവ്. എന്തിനാണ് ആ ഹീറ്റ്? ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡിനെ ഗ്യാസ് ആക്കുക, വെള്ളത്തിനെ ആവിയാക്കി മാറ്റുക, അതിന് വേണ്ട ഹീറ്റാണ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. മറ്റോടത്ത് എന്ത് മാറ്റം വരുത്തുക? സോളിഡ് ടു ലിക്വിഡ്. സോളിഡിനെ ഐസും കട്ട വെള്ളമാക്കി മാറ്റുന്നതാണ് ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം മാറ്റം വരുള്ളൂ. ഇവിടെ സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ ഇവിടെ ലിക്വിഡ് ടു ഗ്യാസ് ആണ്. സോ ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ്, കുറച്ച് ഹീറ്റ് വേണം. എന്തിനെ? ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ലിക്വിഡ് ടു ഗ്യാസ്. വെള്ളത്തിന് ഗ്യാസ് ആക്കാൻ വേണ്ട ഹീറ്റ്, അതാണ് ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് വേപ്പർ. നിങ്ങൾ വേപ്പർ എന്ന് ആലോചിച്ചാൽ മതി, ആവി, വെള്ളം ആവിയാവുക, അതിന് വേണ്ട ഹീറ്റ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഐസും കട്ട വെള്ളമാവുക, അതിന് വേണ്ട ഹീറ്റ്. അങ്ങനെ സിമ്പിളാക്കി ഷോർട്ടാക്കി പഠിക്കുക, തലേ ദിവസമാണെന്നുള്ള കാര്യം മറക്കണ്ട. അടുത്തത്,
റൈറ്റ് ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പ്ലസ് കിലോഗ്രാം സ്ക്വയർ. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് നേരത്തെ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് പറഞ്ഞു പാസ്കലിന്, അതേപോലെ വേറൊരു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ജിയുടെ യൂണിറ്റ് കേട്ടോ. നെക്സ്റ്റ് വൺ, ലോ ഓഫ് ഈക്വി പാർട്ടീഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പബ്ലിക്കിന് ചോദിച്ചിട്ടുണ്ട്. സംഭവം എന്താണ് ലോ ഓഫ് ഈക്വി പാർട്ടീഷൻ എനർജി? ഒരു മോളിക്യൂള് അതിൻ്റെ കൈനറ്റിക് എനർജി, മൊത്തം കൈനറ്റിക് എനർജി പല പല ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ അതിനെ എങ്ങനെ ഫ്രീ ആവാം, റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, വൈബ്രേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ ഫ്രീ ആവാം അതിന്? വൈബ്രേഷനോ റൊട്ടേഷനോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷനോ എങ്ങനെ രീതിയിലും അതിന് മൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ഈ എനർജി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഡിവൈഡഡ് എമംഗ് ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അതാണ് ലോ ഓഫ് ഈക്വി പാർട്ടീഷൻ എനർജി. അടുത്തത് എന്താണ് സ്റ്റാൻഡിങ് വേവ്? 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. എന്താണ് സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ടു വേവ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ്, ഒരേ ആംപ്ലിറ്റ്യൂഡ് ഒരേ ഫ്രീക്വൻസി പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ ഒരു ഭാഗത്തേക്കും അപ്പുറത്തേക്കും പോലെ ഇപ്പുറത്തേക്കും പോവില്ല. ഒരേ ആംപ്ലിറ്റ്യൂഡും ഒരേ ഫ്രീക്വൻസിയുള്ള 2 വേവുകൾ, ഒരാൾ ഇങ്ങനെ പോകുന്നു, ഒരാൾ ഇങ്ങനെ പോകുന്നു, ഒരാൾ ഇങ്ങനെ കണ്ടോ, മറ്റാൾ ഇങ്ങനെ, അങ്ങനെ പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ആ റിസൾട്ടിങ് വേവ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഡസ് നോട്ട് മൂവ് ടു എയ്തർ സൈഡ്. 2 ഭാഗത്തേക്കും മൂവ് ചെയ്യാൻ പറ്റാത്ത വേവാണ് സ്റ്റാൻഡിങ് വേവ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇതും കൂടി വരച്ച് വെക്കണം, ആരോ മാർക്ക് കൊടുക്കുക. ഓർത്ത് വെക്കേണ്ടത് സെയിം ആംപ്ലിറ്റ്യൂഡ് സെയിം ഫ്രീക്വൻസി 2 വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇറ്റ് ഡസ് നോട്ട് മൂവ് ചെയ്യില്ല. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അടുത്തത് ഡിഫറൻഷിയേറ്റ് സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടെർബുലൻറ്റ് ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുകുക. ആ വെള്ളത്തിൻ്റെ ഓരോ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവി പോലെ പോവുക. അരുവി പോലെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്താ? എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, ആ വെള്ളത്തിൻ്റെ ഉള്ള പാർട്ടിക്കിൾസിനെ എല്ലാ പോയിന്റിലും എനി പോയിന്റ് വെലോസിറ്റി സെയിം ആണ്. എല്ലാ പാർട്ടിക്കിൾസും ഒരേ വെലോസിറ്റിയോട് കൂടി പോവുകയാണെങ്കിൽ അത് സ്ട്രീം ലൈൻ എന്ന് പറയും. അപ്പോൾ ടെർബുലൻ്റ് എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പാസിങ് ത്രൂ എനി ഗിവൺ പോയിന്റ് ചേഞ്ചിങ്. ഓരോ പോയിന്റിൽ ഓരോരോ വെലോസിറ്റി, അതാണ് ടെർബുലൻ്റ്. ചില ആൾക്കാർ സ്പീഡിൽ പോകുന്നു വെള്ളം, ചില ആൾക്കാർ സ്ലോ ആയിട്ട് പോകുന്നു, അങ്ങനെ ഡിഫറെൻറ്റ് വെലോസിറ്റി ഓൺ ഡിഫറെൻറ്റ് പോയിന്റ്. അതാണ് ടെർബുലൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ക്രിട്ടിക്കൽ സ്പീഡ് ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ്? എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ബിലോ വിച്ച്, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വെള്ളമോ എയറോ അതെന്തെങ്കിലും, അവരുടെ ആരുടെയെങ്കിലും സ്പീഡ് ബിലോ വിച്ച് ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ ആൻഡ് അബോവ് വിച്ച് ദ ഫ്ലോ ഈസ് ടെർബുലൻറ്റ്. അതായത് അതൊരു സ്പീഡാണ്, ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞ സ്പീഡാണ്. ബിലോ വിച്ച് ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ, അതായത് സ്ട്രീം ലൈന് താഴെ എബോവ് വിച്ച് ഫ്ലോ ഈസ് ടെർബുലൻറ്റ്. അതായത് ക്രിട്ടിക്കൽ സ്പീഡിനേക്കാൾ താഴ്ന്നാൽ നമ്മൾ പറയും സ്ട്രീമാണ്, സ്ട്രീം ലൈനാണെന്ന് പറയും. അത് എബോവ് ആയാൽ ടെർബുലൻ്റ് ആണെന്ന് പറയും. സോ ക്രിട്ടിക്കൽ സ്പീഡ് കുറഞ്ഞാൽ സ്ട്രീം, കൂടിയാൽ ടെർബുലൻറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 25ഓളം ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുക, എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം. ഷുവറായിട്ട് പഠിക്കുന്ന ഡെറിവേഷൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ, അത് പഠിക്കുക. പിന്നെ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ, ഒരു 10-400 മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ ഇടാനും ഓൺലൈൻ ക്ലാസ്സിലെ വീഡിയോസ് ഇട്ട് കൊടുക്കാനും ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കാനും നിങ്ങളെ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനും ഒന്നും ഇപ്പോൾ ഈ എക്സാമിൻ്റെ തലേദിവസം സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത പരീക്ഷ ആകുമ്പോഴേക്കും, നിങ്ങളെ +2 പബ്ലിക് ആകുമ്പോഴേക്കും നമുക്ക് ഈ വീഡിയോസൊക്കെ അതുപോലെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊക്കെ കുറച്ച് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾ മാക്സിമം നിങ്ങളെ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാവുന്ന രീതിയിൽ എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറച്ചൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയുടെ തലേദിവസമാണെന്ന് അറിയാം, പക്ഷേ എല്ലാവർക്കും കൂടി റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് അതിൽ ഞാൻ നോട്ട്സും ക്ലാസ്സൊക്കെ കൊടുക്കാം, അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.